ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയ ദൈവമക്കളെ, വിശുദ്ധ കുർബാനയിൽ ജീവൻ തരുന്ന സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയിലെ വിവിധ തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ തുടർന്ന് വചനത്തിൽ ധ്യാനിച്ചുകൊണ്ട് പോരുന്നത് ഓരോ ആഴ്ചകളിലും. ഇന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കുന്നത് ജീവനും ജീവൻ്റെ സമൃദ്ധിയുമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായമാണ് അതിനെ നമ്മൾ വിചിന്തനമായി എടുക്കുക. 11-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലാസറിനെ സംബന്ധിച്ചിടത്തോളം രോഗിയായ അവസ്ഥ, ലാസർ മരിച്ചു പോകുന്ന അവസ്ഥ. രോഗിയായപ്പോഴേ ലാസറിൻ്റെ സഹോദരിമാർ ഗുരുവിനോട് വരാൻ പറഞ്ഞ് ആളെ വിടുന്നുണ്ട്. പക്ഷേ ഈശോ വരുന്നില്ല. മരിച്ചു കഴിഞ്ഞിട്ടും ഈശോ വരുന്നില്ല. ഈശോ വരുന്നത് എപ്പോഴാണ്? അടക്കി ആചാര മര്യാദ പോലും പാലിക്കാൻ അടക്കിൻ്റെ നേരത്ത് പോലും ഈശോ വരുന്നില്ല. വലിയ സ്നേഹിതനായിരുന്നിട്ട് പോലും. ഈശോ വരുന്നത് മരിച്ച് അടക്കി 4-ാം ദിവസം. അതിന് കാരണമുണ്ട്. ഈശോ വെറും ഒരു സൗഖ്യദായകനോ ഒരത്ഭുത പ്രവർത്തകനോ അല്ല. ഈശോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ജീവനും ജീവൻ്റെ സമൃദ്ധിയുമാണെന്ന്, ഞാൻ ജീവനും പുനരുത്ഥാനവുമാണെന്ന്. ഈ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നിലൂടെ നടക്കുന്നുവെന്ന് അനുഭവത്തിലൂടെ മറ്റുള്ളവരെ അറിയിക്കാനാണ് ഈശോ അടക്കി 4-ാം ദിവസം വരുന്നത്. 11-ാം അധ്യായം 25-ാം തിരുവചനം നമുക്ക് കേൾക്കാം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കാനുള്ള ഏറ്റവും വലിയ അടയാളമായി ഈശോ പറയുക, വിശ്വാസം എന്ന വലിയ പുണ്യം. ദൈവിക പുണ്യങ്ങളിൽ ആദ്യത്തെ. വിശ്വസിക്കുന്നവനാണ് മരണാന്തര ജീവിതമുള്ളത്. ചിലർക്ക് ദൈവത്തിൽ ഒരു വിശ്വാസമില്ല, മരണാന്തര ജീവിതത്തെക്കുറിച്ച് ഒരു വിശ്വാസമില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ഈശോ പറയുന്നത്, വിശ്വസിച്ചാൽ അവൻ മരിച്ചാലും ജീവിക്കും. മരണമെന്ന് പറയുന്നത് ഈ മണ്ണിലോട്ട് പോകുന്നു, ശരീരമാകുന്ന മണ്ണ്. ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. ഇതിനെയാണ് ഈശോ പറയുക, വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു. അപ്പോൾ മർത്ത പറയുന്നൊരു മറുപടി ഉണ്ട് 21-ാം വചനത്തിൽ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഈ ഒരു സാഹചര്യത്തിലാണ് മർത്തയോട് ഈശോ അങ്ങനെ പറയുക, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഒരിക്കലും മരിക്കില്ല. കാരണം നിൻ്റെ സാന്നിധ്യം അനേകർക്ക് സൗഖ്യം കൊടുത്തതാണെന്ന് മർത്തയ്ക്കറിയാം. ഈശോയുടെ സാന്നിധ്യം അനേകർക്ക് ജീവൻ കൊടുത്തതാണെന്ന് മർത്തയ്ക്കറിയാം. അതുകൊണ്ട് മർത്ത പറയുന്നത്, നിൻ്റെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം, ഗുരുവിൻ്റെ സാന്നിധ്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോ മറുപടി പറയുന്നുണ്ട് 23-ാം വചനത്തിൽ. കാരണം മർത്തയ്ക്കും കുടുംബത്തിനുമൊക്കെ ഉയർപ്പിനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വിശ്വാസമുള്ളതും ഈശോയുടെ പഠനങ്ങളെ കേട്ടിട്ടുള്ളതും ഒക്കെയാണ്. അതുകൊണ്ട് ഈശോ വീണ്ടും ആവർത്തിക്കുവാണ്, അത് ഓർമ്മപ്പെടുത്തുക, നിൻ്റെ സഹോദരൻ മരിക്കയില്ല, ഉയർത്തെഴുന്നേൽക്കും. മർത്ത പഠിച്ചിട്ടുള്ളത് വെച്ച് നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു ഉത്തരം പറയുന്നുണ്ട് 24-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ. അപ്പോൾ നോക്കിയിരിക്കുക, ലോകാവസാനം വരാൻ, ഈശോയുടെ 2-ാം വരവിന് വേണ്ടി കാത്തിരിക്കുക. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ദൈവം, ഈ നിൽക്കുന്ന വ്യക്തി, ഗുരു ജീവനും പുനരുത്ഥാനവുമാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാത്ത മറിയമാണ് ഇങ്ങനെ ഒരു ഉത്തരം കൊടുക്കുക. അതുകൊണ്ട് ചില സഹനങ്ങൾ, ചില മരണങ്ങൾ, ചില രോഗങ്ങൾ മരണത്തിലേക്കല്ല, ജീവനിലേക്കുള്ള വിളിയാണ്. ലാസറിൻ്റെ മരണം ജീവനിലേക്കായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചില മരണങ്ങൾ, ആകസ്മികമായ ചില മരണങ്ങൾ, രോഗത്താൽ വരുന്ന മരണങ്ങൾ,
ഒരിക്കലും ആ മരണത്തിൽ അവസാനിക്കുന്നതല്ല എന്ന് ഈ മരണം പഠിപ്പിക്കുമോ? വചനം നമ്മളെ പഠിപ്പിക്കുമോ? ചിലരുണ്ട് മക്കൾ മരിച്ചാൽ പിന്നെ പള്ളിയില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കൂദാശയില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മകളെ തന്നില്ല അല്ലെങ്കിൽ മകനെ തന്നില്ല. ചിലരുടെ ജീവിത പങ്കാളി മരിച്ചാൽ പിന്നെ ദൈവവുമില്ല, വിശ്വാസമില്ല, ഒന്നുമില്ല. മദ്യം കഴിക്കുക, മരണത്തെ മറക്കാനുള്ള മരുന്നാണ് മദ്യം. പക്ഷെ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്, ഒരു മരണവും അതിൽ തന്നെ നാശമല്ല, നഷ്ടമല്ല. ഒരു രോഗവും അതിൽ തന്നെ നാശമല്ല, നഷ്ടമല്ല. ജീവനിലേക്കുള്ള വിളിയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വഴികൾ നമുക്ക് തിരിച്ചറിയാൻ വിശ്വാസം എന്ന വലിയ പുണ്യം വേണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. വീണ്ടും മർത്തിയോട് പറയുക, 11-ാം അധ്യായം 40-ാം തിരുവചനം. വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവന് മാത്രമാണ് വിശുദ്ധ കുർബാനയിലെ മഹത്വം വെളിപ്പെടുക. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, അവനെവിടെ അടക്കി? അന്വേഷിച്ച് പോവുക, തേടി കല്ലറയിലേക്ക് പോവുക. ചീഞ്ഞഴിഞ്ഞ് കിടക്കുന്ന കല്ലറയുടെ അരികിലേക്ക് ഈശോ പോയിട്ട് ഒരൊറ്റ വിളി, ലാസറേ പുറത്തു വരിക. കാരണം ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഈശോയുടെ ശക്തി കല്ലറയ്ക്കുള്ളിൽ, ജീവനും ജീവൻ്റെ സമൃദ്ധിയുമായ ശക്തി, ജീവൻ്റെ നിറവ് കല്ലറയ്ക്കുള്ളിൽ ചീഞ്ഞഴിഞ്ഞ ലാസറിലേക്ക് കടന്നു ചെന്നപ്പോൾ അതിന് ജീവൻ പ്രാപിച്ചു. ലാസർ പുറത്തു വന്നു. ഒറ്റ വാക്കുകൊണ്ട് ലാസർ പുറത്തു വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് മത്തായി സുവിശേഷം 8-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു. വിശ്വസിച്ചതുപോലെ സംഭവിക്കുള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചിട്ട് ചെറുതോ വലുതോ ആയ അനുദിന ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ആ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നടക്കാതിരിക്കില്ല. കാരണം ഈശോയുടെ വാഗ്ദാനമോ. ഇനി ചില കാര്യങ്ങൾ നമ്മൾ പറയും, എത്ര പ്രാർത്ഥിച്ചിട്ടും വിശ്വസിച്ചിട്ടും നടക്കുന്നില്ലല്ലോ എന്ന്. അതിന് കാരണമുണ്ട്. ലാസർ രോഗിയായിരുന്നപ്പോൾ വരാതിരുന്ന ഈശോ, ലാസർ മരിച്ചപ്പോൾ വരാതിരുന്ന ഈശോ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് ഈശോയ്ക്ക് എന്താ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വിഷമിക്കണ്ട, അല്പം കൂടി കാത്തിരിക്കുക. ഈശോയ്ക്ക് ആ ചോദിക്കുന്ന കാര്യത്തേക്കാൾ വലിയതായ എന്തോ നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ സഹനത്തിൽ, ആ മരണത്തിൽ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി മർത്ത 4 ദിവസം കാത്തിരുന്നു. മർത്തയും കുടുംബവും ആ വീട്ടുകാരും നാട്ടുകാരും 4 ദിവസം കാത്തിരുന്നു. ചിലപ്പോൾ നമ്മൾ 4 ദിവസം, ഇല്ലെങ്കിൽ ഒരു 40 ദിവസം, അല്ലെങ്കിൽ ഒരു 4 മാസം, അല്ലെങ്കിൽ 4 വർഷമൊക്കെ നമ്മളും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഈശോയെ പ്രതി വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരാൾക്കും ഒരിക്കലും ആ കാത്തിരിപ്പ് നഷ്ടമല്ല. കാരണം ഈശോയുടെ വചനം എന്നെങ്കിലും പൂർത്തിയായിരിക്കും. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ശതാധിപനോട് ഈശോ പറഞ്ഞു. അത് നടന്നു, പറഞ്ഞ സമയത്ത് നടന്നു. ഇതുപോലെ എന്നോടും നിങ്ങളോടും ഒക്കെ പറയുന്നുണ്ട് ഈശോ. പക്ഷെ ശതാധിപൻ അത് വിശ്വസിച്ചത് കൊണ്ട് ശതാധിപൻ ആ അനുഭവം കണ്ടു. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ ആഴക്കുറവുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്ന് പറയാൻ കാരണം അതാ. യെശയ്യായുടെ പുസ്തകം 40:31. കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കുറേ കൂടെ ആത്മീയ ശക്തി ഉണ്ടായി കാണും. കാരണം ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ആ 2ാം ജനനം, 2ാം ജീവൻ. ഇതുപോലെ ചില വ്യക്തികൾക്ക്, ചില കുടുംബങ്ങൾക്കൊക്കെ വലിയ തകർച്ച വന്ന്, വലിയ പരാജയം വന്ന്, വലിയ നഷ്ടം വന്ന്, വലിയ രോഗം വന്ന്, അല്ലെങ്കിൽ ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്ന് പോലും അവർ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന ആ ജീവിതത്തിൽ നിന്ന് അവർ ഒരുപാട് ആത്മീയതയിലേക്ക് വളരുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഈശോ അത് വെറും വാക്കുകൊണ്ട് പറയല്ല, അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തുക. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 3-ാം തിരുവചനം. അവൻ അവർക്ക് വേണ്ട തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു.
അവൻ അവർക്ക് വേണ്ട തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവരെ. ഇന്നും അതെ, ഈശോ വെറുതെ ഇങ്ങനെ കടങ്കഥ പോലെ പറഞ്ഞു പോകുന്നൊരു കാര്യമല്ല, ഈശോ തെളിവ് തരും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കൊച്ച് വിഷം കഴിച്ചു. അവൻ ട്യൂഷൻ ടീച്ചർ വഴക്ക് പറഞ്ഞിട്ട് കഴിച്ചതാണ്. അപ്പോൾ അവൻ എല്ലിനടിക്കാൻ വെച്ച വിഷം മൊത്തം എടുത്ത് കഴിച്ചു. അങ്കമാലി ആശുപത്രിയിൽ കൊണ്ട് ചെന്നു. പെട്ടെന്ന് അവിടെ 1-2 ദിവസം വെന്റിലേറ്ററിൽ കിടത്തി. അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ അവരെ വിളിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഇതേ ഉള്ളൂ, തീർന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ കിടക്കുന്ന കൊച്ചിൻ്റെ അമ്മ എന്നെ വിളിക്കാനിടയായി. അപ്പം ഞാൻ എവിടെയോ പുറത്ത് ശുശ്രൂഷയ്ക്ക് പോയിട്ട് പിറ്റേ ദിവസമേ വരും. അപ്പോൾ അവരോടിങ്ങനെ പറഞ്ഞു, നാളെ വരും സിസ്റ്റർ, പറഞ്ഞു വിടാം. മഠത്തിൽ ഫോൺ എടുത്ത ആളങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ മഠത്തിൽ വന്ന് കയറിയപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത ആൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഇങ്ങനെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു കേസ് വിളിച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് പെട്ടെന്ന് ചെല്ലണം, കൊച്ചു മരിച്ച് വീട്ടിൽ കൊണ്ടുപോയെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നൊന്ന് ആശ്വസിപ്പിച്ചിട്ട് തിരിച്ചു വന്നാൽ മതിയെന്ന്. ഞാൻ ആശുപത്രിയിലെത്തി. അവരുടെ റൂമൊക്കെ അന്വേഷിച്ചു, കണ്ടെത്തി. അമ്മയെ കണ്ടു. 3 പെൺമക്കൾക്കും കഴിഞ്ഞിട്ട് ഒരു മകനുണ്ടായതാണ് അവർക്ക്, 4ാമത്തെ മകൻ. അപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഈ ആശുപത്രിക്കാർക്കോ ഡോക്ടർമാർക്കോ മരുന്നിനോ ഇനി എൻ്റെ മകന് വേണ്ടി ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് സിസ്റ്ററിന് ഈശോയുടെ നാമത്തിൽ എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഈശോയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് എന്നെ വെന്റിലേറ്ററിൻ്റെ വാതിക്കലോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ മണിയടിച്ചപ്പോൾ ഒരു നേഴ്സ് വന്നു, വാതിൽ തുറന്ന് വന്നിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞു, സിസ്റ്ററിനെ എന്താണേലും അകത്ത് കയറ്റണം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നതല്ല എന്ന്. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് സിസ്റ്ററിനെ ഒന്നകത്ത് കയറ്റി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ നേഴ്സ് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, അവിടെയെല്ലാം ഡോക്ടർമാരിരിക്കുക, ഡോക്ടർമാർ പോയി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, ഇവിടെ തന്നെ നിന്നോളാം. ഞാൻ അവിടെ നിന്നു. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ നിന്നു. ഈശോയെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് വെറുതെ ഇങ്ങനെ ഈശോയുടെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈശോ ആ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ചെവിയിലോട്ട് ഇങ്ങനെ ശക്തമായിട്ട്, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനും. ഇത്ര മാത്രം ഞാനിങ്ങനെ കേൾക്കുക. വീണ്ടും ഒരു വചനം കൂടി, ഫിലിപ്പി 4:13, അതും ഇങ്ങനെ പറഞ്ഞു തരുക, എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഞാൻ ഈ 2 വചനം ഒന്ന് എൻ്റെ മനസ്സിൽ ഏറ്റു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറന്ന് വെന്റിലേറ്ററിൻ്റെ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിങ്ങനെ നീല നിറമായിട്ട് കിടക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഏത് കൊച്ചിനാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞ എന്നോട്, ഈ കൊച്ചിനാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതാണ് അവരുടെ കൊച്ച്. ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ചെന്ന് കാണുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുക? എൻ്റെ മനസ്സിലും അങ്ങനെ തോന്നി, ഇതിനു വേണ്ടി എന്ത് പ്രാർത്ഥിക്കാനാണ്? ഉടനെ യോഹന്നാൻ 10:10 കുറേ ശാസന രൂപത്തിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുക, ചെവി കേൾക്കാൻ പാകത്തിന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കൊച്ചിന് വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന്. ഞാൻ എൻ്റെ 2 കൈകളും കൊച്ചിൻ്റെ നെറുകയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട്, എൻ്റെ കയ്യിലൊരു ജപമാല ഉണ്ടായിരുന്നു. ഈ ജപമാലയുടെ കുരിശ് കൊച്ചിൻ്റെ നെറ്റിയിൽ വരാൻ പാകത്തിന് 2 കൈയും നിറകെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് യോഹന്നാൻ 10:10 മാത്രം പറഞ്ഞു. 2 പ്രാവശ്യം വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം കയ്യിൽ നിന്ന് ഒരു ശക്തി കുഞ്ഞിൻ്റെ തലയിലോട്ട് ഇറങ്ങുന്നു, അടിച്ചിറങ്ങുന്ന പോലെ എൻ്റെ ശരീരത്തെ ഫീൽ ചെയ്തു. ഞാൻ വീണ്ടും പറയുമ്പോൾ 2ാം പ്രാവശ്യവും ഈ ശക്തി ശക്തമായിട്ട് എൻ്റെ ഉള്ളം കയ്യിൽ നിന്ന് കുഞ്ഞിൻ്റെ തലയിലേക്ക് ഇറങ്ങും.
അപ്പോൾ ഉടനെ ഈ കൊച്ച് തലയെടുത്ത് ഇങ്ങനെ ഒരു വെട്ടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എനിക്ക് ആവേശമായി. വചനം, ജീവിക്കുന്ന വചനം, യേശു തന്നെ വചനം. ഈ വചനമാണ് ഇവനെ ജീവൻ തരുന്നത്. വീണ്ടും ഞാൻ ആവേശത്തോടെ പറയാൻ തുടങ്ങി കുറച്ചും കൂടി. അപ്പോൾ ഈ കൈകളിലേക്ക് ഈ വചനം ഇറങ്ങി, ജീവൻ ഇറങ്ങി എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് ഈ കൈയെടുത്ത് ഇങ്ങനെ ഒന്ന് അടിച്ചു, പഴയ സ്ഥിതിയിലേക്കായി. വീണ്ടും അതിലും കൂടുതൽ ആവേശവും ശക്തിയോടെ ഞാൻ പറയാൻ തുടങ്ങി. അപ്പോൾ കാല് വരെ ഈ വചനത്തിൻ്റെ ശക്തി, ജീവൻ്റെ ശക്തി എത്തിയെന്നുള്ള അടയാളത്തിന് എല്ലാ യന്ത്രങ്ങളും പിടിപ്പിച്ചിട്ടിരിക്കുക. എല്ലാം ഞരമ്പൊക്കെ മുറിച്ച് ഓരോ യന്ത്രങ്ങൾ പിടിപ്പിച്ചിട്ടിരിക്കുക. അപ്പോൾ ഈ കാലെടുത്ത് ഇങ്ങനെ ഒന്ന് അടിച്ചു, ഇങ്ങനെ ഒന്ന് ഇട്ടു, തിരിച്ച് പഴയ സ്ഥിതിയായി. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ മതിയെന്ന് തോന്നുന്നത് വരെ ഈ വചനം ഞാനിങ്ങനെ ശിരസ്സോടങ്ങി ഉള്ളങ്കാല് വരെ നിറയട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തിരിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി. ഈ അമ്മ എന്നെ പിടിച്ചു കുലുക്കിയിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, സിസ്റ്റർ, എൻ്റെ മോൻ ജീവിക്കോ മരിക്കോ? എൻ്റെ മോൻ തിരിച്ചു വന്നിട്ട് ഞാനിനി വെള്ളം കുടിക്കുള്ളൂ. അപ്പം ഞാൻ ആ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി, ജീവനും മരണവും ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, നമ്മുടെ ആരുടെയും പിടിയിലല്ല. അതുകൊണ്ട് ദൈവത്തിന് മകനെ വിട്ടുകൊടുക്കുക, അബ്രാഹാം വിട്ടുകൊടുത്ത പോലെ. എന്നിട്ട് ബാക്കി എല്ലാ പ്രാർത്ഥനകളും നിർത്തിയിട്ട് ഞാനൊരു പ്രാർത്ഥന പറഞ്ഞുതരാം, ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തത് ഇതാണ്, യോഹന്നാൻ 10:10. എന്നോട് പറഞ്ഞ അതേ വചനം തന്നെ. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും ആ ജീവൻ സമൃദ്ധമായി നൽകാനും. ഇത് പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കൂട്ടിച്ചേർത്ത്, ശിരസിലേക്ക് ഈ ജീവൻ നിറയട്ടെ, നെറ്റിയിലേക്ക്, തലച്ചോറിലേക്ക്, കണ്ണിലേക്ക്, അങ്ങനെ ഉള്ളങ്കാല് വരെ യേശുവിൻ്റെ ജീവൻ, ആത്മാവും ജീവനുമായ രക്തം ഒഴുക്കുക, ജീവൻ നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് മഠത്തിലോട്ട് പോയി. 1:30 മണിയായപ്പോഴാണ് ഞാൻ മഠത്തിലെ ചാപ്പലിൽ ചെന്നിരുന്ന് മഠത്തിലെ ബലിപീഠത്തിലേക്ക് ഈ കൊച്ചിനെ മനസ്സുകൊണ്ട് കിടത്തിയിട്ട് എന്നെ ഈശോ പഠിപ്പിച്ച, ഞാൻ വയ്യാതെ കിടന്നപ്പോൾ പഠിപ്പിച്ച ഹീലിംഗ് തെറാപ്പി ഇതാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ 10 മാസം, ചെറുപ്പകാലം, ഇതുവരെയുള്ള അനുഭവങ്ങൾ എല്ലാം എനിക്കറിവുള്ളിടത്തോളം ഈ കൊച്ചിൻ്റെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഈശോയുടെ തിരുരക്തം, ആത്മാവും ജീവനുമായ രക്തം ഒഴുക്കി പ്രാർത്ഥിച്ച്, എന്നിട്ട് ഈ യോഹന്നാൻ 10:10 കൂട്ടിച്ചേർത്ത്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി നൽകാനും. നമുക്കെല്ലാവർക്കും പഠിക്കാവുന്ന വചനമാണ്, ഏത് ആവശ്യത്തിനും എടുത്ത് ഉപയോഗിക്കാവുന്ന വചനം. എല്ലാവരും പഠിച്ചോ? ഈ വചനം പറഞ്ഞ് ഞാനിങ്ങനെ ശിരസ്സോടങ്ങി ഉള്ളങ്കാല് വരെ ജീവൻ്റെ വചനം പറഞ്ഞ് ഒഴുക്കിങ്ങനെ പ്രാർത്ഥിക്കുക. 1:30 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. 2:30 മണിയായപ്പോൾ അങ്കമാലി ആശുപത്രിയിൽ നിന്നൊരു ഫോൺ വരാണ്. എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ചാപ്പലിലിരിക്കുമ്പോൾ എന്നെ വന്ന് വിളിച്ച് ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്നത്, സിസ്റ്ററെ, കൊച്ചെഴുന്നേറ്റു. നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വലിയ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈശോ ജീവിക്കുന്ന വിശുദ്ധ കുർബാനയിൽ. കാരണം രാവിലെ നമ്മൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മളെവിടെ പോയാലും നമ്മളെ പിന്തുടരുന്നു, നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഈശോ ഇന്നും മരിച്ചിട്ടില്ല, ഈശോ ഇന്നും ജീവിക്കുന്നു. ലോകാവസാനം വരെ ഉണ്ട് എന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കും. അപ്പോൾ നമ്മളെവിടെ പോകുന്നു അവിടെ ഈശോ ഉണ്ട്. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്, നടക്കുന്നത്, ഇരിക്കുന്നത്, ചെയ്യുന്നത്. ആ ഈശോ അടയാളം കൊണ്ട് വെളിപ്പെടുത്തുക. അപ്പസ്തോല പ്രവർത്തനം 1:3. അവൻ അവർക്ക് വേണ്ട തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. വൈകുന്നേരമായപ്പോൾ വീണ്ടും ഒരു ഫോണ്, സിസ്റ്ററെ ഒന്നും കൂടി വരാമോ? അപ്പോൾ ഈ കൊച്ചി വെൻറ്റിലേറ്ററിൽ ഇങ്ങനെ എല്ലാ സർവ്വയന്ത്രങ്ങളോട് കൂടിയാണ് ആ മേശയിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്നത്. ആരും കണ്ടില്ല. നഴ്സ് വന്നപ്പോൾ ഈ കൊച്ച് കിടന്ന എല്ലാ യന്ത്രങ്ങളോടെ ഇരിക്കുന്നു. അവർ ഓടിപ്പടഞ്ഞ് എല്ലാവരും വിളിച്ച്, അമ്മയെ വിളിച്ച് എല്ലാവരും ഇതെല്ലാം മാറ്റി വൈകുന്നേരമായി റൂമിലേക്ക് കൊണ്ടുവന്നിട്ടാണ് വീണ്ടും എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ? പറഞ്ഞു, കൊച്ചിൻ്റെ കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ വിഷം കയറി നഷ്ടപ്പെട്ടു. കണ്ണറിയാൻ പാടില്ലാത്ത കാരണം കൊച്ച് ഭയങ്കര കരച്ചിലാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തപ്പി നടക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരമായില്ലേ, നാളെ വരാം, പ്രാർത്ഥിക്കും നിങ്ങൾ. ആ പ്രാർത്ഥന അങ്ങനെ തന്നെ വചനം പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം ഞാൻ അവർ പറഞ്ഞ അനുസരിച്ച് ആശുപത്രി വന്ന മുറി കയറി. അപ്പോൾ ഈ കൊച്ചിന് ജന്മനാ കാഴ്ച ഉണ്ടായിട്ട്
പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് കൊച്ചിനൊന്നും ചെയ്യാൻ പറ്റണില്ല. കൊച്ചിങ്ങനെ തപ്പി തടഞ്ഞൊക്കെ നടക്കുക, കരച്ചിലാണ്, ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ ചെന്നിട്ട് വട്ടം കെട്ടിപ്പിടിച്ചിട്ട് കരയുക. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ചെയ്യ്, ഈശോ കാഴ്ച കൊടുത്തത് എങ്ങനെയാണ്, കൈവിരൽ കണ്ണി വെച്ചിട്ട് നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് ഈശോ പറഞ്ഞു. മോൻ അങ്ങനെ പറയും, ഈശോയെ എനിക്ക് കാഴ്ച ഉണ്ടാകട്ടെ. ഈശോയുടെ വചനം ഏറ്റു പറയാൻ പറഞ്ഞു. എൻ്റെ അമ്മയോടും പെങ്ങന്മാരോടും ഞാനിങ്ങനെ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ വചനം തുറന്ന് വെച്ച് വായിച്ച് കേൾപ്പിക്കുക. എന്നിട്ട് വചനം തുറന്ന് കുഞ്ഞിൻ്റെ മടിയിൽ വെക്കുക. കാരണം വചനത്തിനൊരു ശക്തിയുണ്ട്. വചനം ഇന്നും ജീവനുള്ളതാണ്. വചനത്തിൽ നമ്മൾ വിശ്വാസത്തോടെ കൈവച്ച് പ്രാർത്ഥിച്ച് നോക്കി, ആ ജീവൻ നമ്മിൽ തുടിക്കുന്ന കാണാൻ അനുഭവപ്പെടും. എനിക്കുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. അതുപോലെ വചനം ഭയമുള്ളിടത്ത് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ വചനം എഴുതി വെച്ചിട്ട് 10 പ്രാവശ്യം പറഞ്ഞ് ഭയമുള്ള വ്യക്തികളുടെ ഭയം വിട്ടുപോകും. രോഗം, ഏത് വലിയ രോഗമാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, അല്ലെങ്കിൽ വചനം വെച്ച് നിന്നെ ഞാൻ സുഖപ്പെടുത്തും. ഈ വചനങ്ങളിങ്ങനെ ഏറ്റു പറഞ്ഞ് അത് സുഖപ്പെടും, ഉറപ്പാണ്, വിശ്വാസം ഉണ്ടെങ്കിൽ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, വചനത്തിനൊരു ശക്തി ഉള്ളത് കൊണ്ട് വചനം തുറന്ന് വെച്ച് കുഞ്ഞിൻ്റെ മടിയിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. വചനത്തിൽ നോക്കിയിരിക്കട്ടെ എന്ന് പറഞ്ഞു. 3-ാം ദിവസം കൊച്ച് വചനം കാഴ്ച കിട്ടി, ശരിക്കും വായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം ജീവനുള്ളതാണെന്നുള്ള തെളിവാണ്. വചനത്തിൽ നിന്ന് ശക്തി കുഞ്ഞിൻ്റെ കണ്ണിലോട്ട് ഇറങ്ങി. എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു, വചനത്തിൽ നിന്ന് വലിയ ശക്തി തൻ്റെ ദേഹത്തോട്ട് വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലോട്ട് വരുന്നു. നമുക്കും അനുഭവം ഉണ്ടാവും, പലർക്കും, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും അനുഭവം ഉണ്ടാവും. അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം ഈശോ ജീവിക്കുന്നു നമ്മിൽ, ദൈവം ജീവിക്കുന്നു, വചനം ജീവിക്കുന്നു, ജീവൻ തരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള തിരുവചനം. അസ്ഥികളുടെ കൂട്ടം, അസ്ഥി താഴ്വരയിൽ ഉണങ്ങി വരേണ്ട, ജീവനില്ലാത്ത, മാംസമില്ലാത്ത, മജ്ജയില്ലാത്ത അസ്ഥികൾ, ഷേപ്പില്ല, ഒന്നുമില്ല, കൂടിക്കിടക്കുക. ഈ കൂടിക്കിടക്കുന്ന ജീവിതങ്ങളിലേക്ക്, അസ്ഥികളിലേക്ക് പ്രവാചകനോട് ദൈവം ചോദിക്കണ്ടേ, പ്രവാചക ഈ അസ്ഥികൾക്ക് ജീവനുണ്ടാവുമോ? ഇല്ല. ദൈവം പ്രവാചകനോട് ഈ അസ്ഥി താഴ്വരയ്ക്ക് ചുറ്റും നടന്നിട്ട് നീ ജീവനുള്ള വചനം പ്രവചിക്കും. പ്രവാചകൻ അസ്ഥി താഴ്വരയ്ക്ക് ചുറ്റും നടന്നിട്ട് ജീവനുള്ള വചനം ആവേശത്തോടെ ജീവൻ കൊടുക്കാൻ വചനത്തിലേക്ക് ഉരുവിട്ട്, വചനം അസ്ഥികളിലേക്ക് ഉരുവിട്ട്, ആ അസ്ഥികളൊക്കെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, കിരുകിരാ ശബ്ദത്തോടെ, ജീവനില്ലാതെ കിടന്നതൊക്കെ കിരുകിരാ ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവനുണ്ടെന്നാണ്. അവയവങ്ങളൊക്കെ കൂടിച്ചേർന്നു ഒരു അസ്ഥികൂടമായി, മനുഷ്യനായി. എന്നിട്ട് മാംസം വന്നു, ജീവനും ജീവൻ്റെ അംശമായി, ജീവനും ജീവൻ്റെ സമൃദ്ധിയായി. വചനം ഇങ്ങനെ പറയുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുന്നു. 37:5. ഈ ജീവശ്വാസം അവരിൽ ആവേശിച്ചു, പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു, വളരെ വലിയ സൈന്യം പോലെ എഴുന്നേറ്റുന്നു. ഞാൻ അങ്കമല്ലായിരിക്കുമ്പോൾ പെട്ടെന്ന് 2 മക്കൾ എന്നെ ഒന്ന് വിളിക്കുക, ഒരു ദിവസം വീട്ടിലേക്കൊന്ന് വരാമോ സിസ്റ്ററെ? ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ? ഞങ്ങളുടെ അപ്പം തളർന്ന് വീണുപോയി. അപ്പം ഞാൻ പറഞ്ഞു വരാം, പക്ഷേ കുഴപ്പമില്ല. പെട്ടെന്ന് ഈ ഫോൺ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, ആ മനുഷ്യന് വിശുദ്ധ കുർബാനയും കൂദാശയും ഇല്ല എന്ന് തോന്നുന്നു, എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മോനെ അപ്പൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടോ, കുമ്പസാരിക്കാറുണ്ടോ? അപ്പോൾ ഒന്നുമില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് ചെയ്യേണ്ടത് മോനിങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് കുമ്പസാരിപ്പിക്കുക, കുർബാനയ്ക്ക് കൊടുക്കുക. ഇനി അങ്ങ് കൊണ്ടുപോയി ചെയ്യാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയി ചെയ്യാൻ പറയും. കാരണം ഈ ചേട്ടൻ വീണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റക്കായിപ്പോയി, കൈയും കാലൊക്കെ വളയില്ല, വടി പോലെ ആയിപ്പോയി. അതാണ് അവർക്ക് ഏറ്റവും വിഷമം. നടുവിൽ മുറി വീണിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അപ്പനോട് ചെന്ന് മക്കൾ പറഞ്ഞു, അപ്പ ഒന്ന് കുമ്പസാരിക്കുക. അപ്പം പറഞ്ഞു അത് നടക്കില്ല, സംസാരശേഷി പോയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ എന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ സിസ്റ്റർ വന്നിട്ട് ഒരു കാര്യമില്ല, ഈശോ ചെയ്യേണ്ടത് ആദ്യം ഈശോ ചെയ്യട്ടെ, പിന്നെ സിസ്റ്റർ വന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. മോനെ എന്താണേലും വേണ്ടില്ല, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി മോൻ്റെ അപ്പനെ ഒന്ന് കുമ്പസാരിപ്പിച്ച് കുർബാനയ്ക്ക് കൊടുക്കുക. ഒരു നിർബന്ധിച്ച് അതാണേലും കുമ്പസാരിച്ച് കുർബാനയ്ക്ക് കൊടുത്തു. ഞാൻ പിറ്റേ ദിവസം തിരിച്ചല്ലോ ചെന്ന് ഇതിപ്പോൾ നടുമുറി ഇങ്ങനെ കിടക്കുക, വിശേഷമൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ചേട്ടന് തളർന്ന് വീണതിൻ്റെ ഒരു ലക്ഷണം, കൈക്ക് കാലിനൊന്നുമില്ല, ക്ഷീണങ്ങളില്ല, ഒന്നുമില്ല. എന്തോ ഒരു തിന്മയുടെ കെട്ടാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി.
ഞാൻ പറഞ്ഞു ചേട്ടാ 1-2 വചനമൊക്കെ വായിച്ചെടുത്തിട്ടാണ് ഞാൻ പോയത്. തളർന്നവൻ അവിടെ നിന്ന് ബലവും ദുർബലന് ശക്തി എന്ന് പറയുന്ന വചനമൊക്കെ പോക്കറ്റിലിട്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു ചേട്ടൻ കുമ്പസാരിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഇന്നലെ കുമ്പസാരിച്ചു, കുർബാനയ്ക്ക് വന്നു. അല്ല, ഇതിന് മുന്നേ ഒന്നുമില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ചേട്ടന് കൈ തരട്ടെ, എഴുന്നേക്കാവോ എന്ന് ചോദിച്ചു. ചേട്ടന് കൈ കൊടുത്ത് ചേട്ടൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ചുമരയിൽ പിടിച്ചിട്ട് നടക്കാൻ നടത്തി. ചുമരയിൽ പിടിച്ച് നടന്ന് വരാന്തയിൽ വന്ന് കസേരയിൽ ഇരുത്തി. എന്നിട്ട് ഞാൻ ബൈബിൾ എടുത്ത് കൊടുത്ത് കുറച്ച് വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇത് വായിക്കണം, ഒരാഴ്ച കഴിയുമ്പോഴേക്കും ചേട്ടനെ പിടിക്കാതെ നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഞാൻ പോയി 2-3 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ചേട്ടന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പിടിച്ച് നടക്കാറായി, കൈയൊക്കെ ചലിക്കാൻ തുടങ്ങി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ റിമോട്ടർ എടുക്കാൻ തുടങ്ങി. പിന്നെ ബൈബിളൊക്കെ മാറ്റി, വചനമൊക്കെ മാറ്റി, ടി വിയുമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനൊരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുക ഈ ചേട്ടൻ വീണ്ടും പഴയ അവസ്ഥയിലാകുമെന്ന്. ഞാനൊന്ന് പെട്ടെന്ന് ആ വീട്ടിലോട്ട് വരുന്നതിന് മുന്നേ ഞാനിങ്ങനെ ചെയ്താൽ ചേട്ടനെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുന്നത് ഒരു വലിയ നിലവിളക്ക്. എന്നിട്ട് ആ നിലവിളക്കിലോട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നു. വീണ്ടും ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ വേറെ ഒരു ചെറിയ നിലവിളക്ക്, അതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കുന്ന കാണുന്നില്ല. ചേട്ടൻ വേറെ എവിടെയോ മാറിയിരിക്കുന്നു, എന്തോ ചെയ്യുന്നത്, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. തിരിച്ച് ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാനിവിടെ കൊണ്ടുവന്നൊക്കെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളൊരു കാര്യം ചെയ്യും, നേരെ ഇനിയിപ്പോൾ ഇങ്ങനെ വെറുതെ എഴുന്നേറ്റ് നടന്നിട്ട് കാര്യമില്ല, നേരെ ഒന്ന് ഡിവൈനിൽ കൊണ്ടുപോയി നല്ലൊരു ധ്യാനം നടത്തുക. ധ്യാനം കഴിഞ്ഞ് കുമ്പസാരിക്കട്ടെ, അത് കഴിഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി നിങ്ങൾ ഈ വീട്ടിൽ നടക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വിശ്വാസപ്രമാണം ചൊല്ലി അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറയാം. ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഈ മനുഷ്യൻ ശരിക്കും നടന്നു തുടങ്ങി, പ്രാർത്ഥിച്ചു തുടങ്ങിയ മനുഷ്യൻ വീണ്ടും ദൈവാരൂപി വിട്ട് തിന്മയുടെ രൂപയിലേക്ക്, ലോകത്തിൻ്റെ രൂപയിലേക്ക് പോയി. വീണ്ടും ആ മനുഷ്യൻ ഇതുപോലെ തന്നെ വചനവും ദൈവവും ഇല്ലാതാകുമ്പോഴാണ് ഈ ജീവൻ നമ്മളിൽ നിന്ന് പതുക്കെ ശരീരത്തിൻ്റെ കൈകാലുകളുടെ ഒക്കെ നഷ്ടപ്പെട്ട് തുടങ്ങാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ജീവൻ എപ്പോഴും നമ്മിൽ നിറയാൻ തുടങ്ങുന്നു വചനത്തിലൂടെ, കുർബാനയിലൂടെ. അപ്പോൾ നമ്മിൽ നഷ്ടപ്പെട്ട ആരോഗ്യസ്ഥിതി, നഷ്ടപ്പെട്ട ജീവൻ വീണ്ടും വചനത്തിലൂടെ, ദൈവത്തിലൂടെ നമുക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനും ജീവൻ്റെ സമൃദ്ധിയും. ആ ജീവൻ നമ്മിൽ നിറഞ്ഞ് കയ്യിൽ, കാലിലെല്ലാം നിറഞ്ഞ്, നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞ്, നമ്മളായിരിക്കുന്നിടത്ത് നിറഞ്ഞ് സർവരിലേക്ക് ഈ ജീവൻ്റെ സമൃദ്ധിയും നിറയാൻ ഓരോ വിശുദ്ധ കുർബാനയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ഈ ജീവൻ നിറയ്ക്കാൻ നമ്മൾക്കിടെ കുടുംബത്തിൽ, നമ്മളായിരിക്കുന്നിടത്ത്, സമൂഹത്തിലെല്ലാം. അതിനായി നമ്മളെല്ലാവരെയും നല്ല ദൈവം, ജീവനും ജീവൻ്റെ സമൃദ്ധിയായ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.